എല്ലാവർക്കും സുഖമല്ലേ? അപ്പം സെക്കൻഡ് പാർട്ടാണിത്. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഫോർട്ടിലേക്ക് കയറി പോവാണ്, മേളിലേക്ക്. അപ്പം ഇത് കണ്ടോ, ഇതുവഴിയാണ് നമ്മൾ മേളിൽ കയറി പോകുന്നത്. ഇതുപോലത്തെ സ്റ്റെപ്സുകളാണ് നമ്മുടെ മുഴുവൻ. ഒരു 250 മുതൽ 400 സ്റ്റെപ്സ് വരെ ഇതുവരെയുണ്ട്. കല്ലുകൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്സാണ്. അപ്പോൾ ഇത് കയറിയാണ് നമ്മൾ പോകുന്നത്. ഒരു സ്റ്റീപ്പാണ്, അപ്പോൾ നമ്മൾ കയറി അങ്ങ് പോവാം. ഇപ്പം നമ്മൾ പോകുമ്പം അതാണ് ഫസ്റ്റ് ഗേറ്റ് വേ. ഈ ഗേറ്റ് വേസിന് പൊതുവെ പറയുന്ന പേരാണ് പോൾ. ഈ കാണുന്ന പോളാണ് നവലഖ പോൾ. അപ്പോൾ ഈ നവലഖ പോളാണ് ആദ്യത്തത്. ഇതുപോലത്തെ ഒരു 4 പോൾസ് കയറിയെങ്കിൽ നമ്മളിതിൻ്റെ ടോപ്പിൽ ചെല്ലത്തുള്ളൂ. ഈ ഫോർട്ടിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ചെറിയ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ, കിങ് സപാൽതക്ഷ് 944 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനൊരു ഫോർട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞുള്ള അറിവ്. ഏകദേശം 1080 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിവ്. ഇത്രയും വർഷം പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും നല്ല കിഡിലുമായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു മാറ്റവും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഷോർട്ടായിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയോ, ക്ലിയറായിട്ട് അറിയാം. ഇന്ന് നോക്കിയാൽ നല്ല വിശാലമായ റോഡല്ലേ. ഒരു സൈഡിൽ സ്റ്റെപ്പും ഉണ്ട്, ഒരു സൈഡിൽ സ്റ്റെപ്പ്ലെസ്സുമാണ്. അങ്ങനെ രണ്ടാമത്തെ ഗേറ്റിലെത്തി. ഇതിൻ്റെ പേരാണ് ഹാത്തി പോൾ. ഈ വലസൈഡിലായിട്ട് തന്നെ ഒരു സ്റ്റാച്യു ഉണ്ട്. അതൊരു തലയും കൈയുമാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫോർട്ട് ടോപ്പിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തലച്ചുമടായിട്ടാണ് കൊണ്ടുവന്നത്. പണ്ട് കഴുതകളെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ചിലരൊക്കെ ഇതുപോലെ ചുമടായിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. രാജാവിനെ ഒറ്റിക്കൊടുത്ത സേനാധിപതിയുടെ ശിലയായിട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയും കൈയും അദ്ദേഹം വെട്ടിമാറ്റി. അതിൻ്റെ ഓർമ്മയ്ക്കാണ് വെച്ചിരിക്കുന്നത്. വരുന്നവർക്കൊരു കാണുന്നവർക്കൊരു പേടിയായിക്കോട്ടെ, ഇനി ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നതാണ് മൂന്നാമത്തെ പോൾ, ഗണേഷ് പോൾ. ഉയരത്തിനങ്ങ് പണിത് വെച്ചിരിക്കുകയാണ് ടോപ്പ്. അതിൽ നമുക്ക് ആ ടോപ്പിൽ കാണുന്ന അവിടെ വരെ നമ്മൾ പോകാം കയറി. താഴോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായൊരു റിസർവെയർ കാണാം, കണ്ടോ. ഫോർട്ടിലേക്ക് കയറി വരുമ്പോഴേ ഗൈഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു ഗൈഡ് ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ ഹിസ്റ്ററി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നൊരു ഗില്ലുണ്ടോ, അത് ഫോർട്ട് ടോപ്പിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടാട്ടോ. പണ്ട് രാജാക്കന്മാരൊക്കെ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ടോപ്പിൽ പോകുമായിരുന്നു. ഇപ്പോഴത് അടച്ചിട്ടിരിക്കുക കേട്ടോ. ഇതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആയിരുന്നു കേട്ടോ. ഉണ്ടോ കല്ലുകളൊക്കെ തന്നെ അവരെങ്ങനെയാണോ അത് വെച്ച് അവരങ്ങ് പണി വെച്ചിരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണണം. ഒരു ഹിസ്റ്ററീസ് അവരെങ്ങനെയാണ് അന്ന് ജീവിച്ചിരുന്നുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ടും ഇതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അവിടെ. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതാണ് അന്തേരി പോൾ. ഇതിൻ്റെ പ്രത്യേകത, അറിയത്തില്ലാത്ത ഒരാൾ പുറത്തുനിന്ന് വന്ന് ഈ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ അവിടെ വേറെ ഡോർ വന്ന് ആ വഴി ക്ലോസ് ആവും. എന്നിട്ട് നമ്മൾ നേരെ കാണുന്ന ആ ഗ്രില്ലിൻ്റെ വഴിയേ കാണത്തുള്ളൂ. അപ്പോൾ എന്തായാലും പുറത്തു നിന്നും തെറ്റിദ്ധരിച്ച് ആ ഗ്രില്ലുള്ള വഴിയാണ് അകത്തേക്ക് പോകും. അതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കൊക്കയിലേക്ക് പോയി വീഴുന്നു കേട്ടോ. ആർക്കും മനസ്സിലാകത്തുമില്ലത്. ശരിക്കും നമ്മൾ അന്തേരി പോളിൽ കയറി വന്നു കഴിയുമ്പോൾ സ്ട്രെയിറ്റ് കാണുന്ന ഗ്രില്ലുണ്ടോ, അതുവഴിയല്ല പോകേണ്ടത്. ഇങ്ങനെ റൈറ്റിലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇത് അറിയത്തില്ലാത്ത ആരും വന്ന് ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സൈഡിലൊരു ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ഡോറുണ്ട്. ആ ഡോർ ഇതൊന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ പുറത്ത് വരുന്ന ആൾക്ക് ഇത് കാണാൻ പറ്റാത്തത്. അങ്ങനെയാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഡോറില്ല. ഇതിനുള്ളിൽ നല്ല തണുപ്പാട്ടോ, എപ്പോഴും നല്ല തണുപ്പാണ്. ഞങ്ങളിപ്പോൾ ഒരു നല്ല വേനൽക്കാലത്താണ് വന്നത്. നമ്മൾ രാവിലെ കയറി പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ തണുപ്പ് അറിയത്തില്ല. നിങ്ങൾ അഥവാ വരുവാണെങ്കിൽ തന്നെ നേരത്തെ രാവിലെ പോയോട്ടോ. അപ്പോൾ നമുക്ക് മേളിൽ ഈസിയായിട്ട് കയറി ചെല്ലും. വെയിലത്തൊന്നും ഒരു രക്ഷയില്ലായിരിക്കും, വളരെ പാടായിരിക്കും. കുടിക്കാൻ വെള്ളമൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വേസ്റ്റ് ഇടത്തില്ല കേട്ടോ. വരുന്നവരാരും ദയവ് ചെയ്ത് ഇവിടെ വേസ്റ്റ് ഇടല്. നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ, അവിടെയാണ് പഴയ സൈനികരൊക്കെ താമസിക്കുന്ന സ്ഥലം. ഇതുവഴിയാണ് അവർ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അവരെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ സ്ഥലം ഇതുവഴിയാണ്. ആ റിസർവർ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ താഴെ വശമുണ്ടല്ലേ, അതിപ്പോൾ നല്ല ടോപ്പിൽ കയറുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. നല്ല കാറ്റുണ്ട്, കാണാം. ഇതുവഴിയൊക്കെ താഴേക്ക് അവർ പല രീതിയിലുള്ള അറ്റാക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ഉണ്ടോ. ഫോർട്ടിൻ്റെ ഏകദേശം നമ്മൾ ടോപ്പിലെത്തി. വിശാലമായി കിടക്കുകയാണ്. നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് സ്ട്രൈറ്റ് ഇനിയും പോകാനുണ്ട്. ഫോർട്ട് തീർന്നില്ല, കുരങ്ങന്മാരിപ്പുണ്ട്. കുറേ മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് വഴിയും റൈറ്റ് സൈഡ് വഴിയും പോകാം. നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി പോയിട്ട് റൈറ്റ് സൈഡ് തിരിച്ചു വരാം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ബാക്കി വീഡിയോസ് പാർട്ട് 3 കാണാവേ. ബായ്.